എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? നേരത്തെ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ശ്രീ അനിൽകുമാർ തന്നെ ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് ചർച്ച ചെയ്ത സമയത്തും ഒന്നും മറച്ചു വെക്കാനില്ല, രണ്ട് കമ്പനികൾ തമ്മിൽ നടന്ന സുതാര്യമായ ഇടപാടാണ് എന്നാണ് പറഞ്ഞത്. ശ്രീ എ കെ ബാലനൊക്കെ ഇപ്പോഴും പറയുന്ന എല്ലാ രേഖയുമുണ്ട്. ഈ രേഖയൊക്കെ മുഖ്യമന്ത്രിയുടെ മകളോ അവരുടെ കമ്പനിയോ ബന്ധപ്പെട്ട അധികാരികൾക്ക് മുന്നിൽ സമർപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തെ കോലാഹലങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ. 2009 പിണറായി വിജയനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ലാവലിംഗ് കേസിൽ പെടുത്തി. ഞങ്ങൾ ഒത്തുതീർപ്പിന് പോയോ? ഞങ്ങളുടെ പിന്തുണയിൽ അവിടെ മന്ത്രിയായിരുന്ന ആന്റണിയോടും ചെന്നിത്തലയോടും ഇപ്പോഴത്തെ KC വേണുഗോപാലിനോടും അതുപോലെ തന്നെ അന്ന് ഇ അഹമ്മദിനോടും മുല്ലപ്പള്ളി രാമചന്ദ്രനോടും വയലാർ രവിയോടും ചോദിക്കും. 63 എംപിമാർ ഇടതുപക്ഷത്തിനുണ്ട്, 18 എംപിമാർ കേരളത്തിൽ നിന്നുണ്ട് 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് ഈ ഒത്തുതീർപ്പിന് പോകുന്ന ഒരു കൂട്ടരല്ല CPM. പ്രത്യേകിച്ച് കേരളത്തിലെ CPM-ന്റെ മുഖ്യമന്ത്രി അഭിമാനമായ സഖാവ് പിണറായി വിജയൻ. ഇവർക്ക് നല്ല ബുദ്ധിയില്ല. ഇനി ഇവിടെ ഒരു ഒത്തുതീർപ്പ് നടന്നല്ലോ. എന്താ ഒത്തുതീർപ്പ് നടന്നത്? ഉമ്മൻചാണ്ടി ചാക്ക് കണക്കിന് പണം ഈ KMRL എന്ന് പറയുന്ന CMRL എന്ന് പറയുന്ന കർത്താവിന്റെ കരിമണൽ കമ്പനിയിൽ നിന്ന് ചുമന്നുകൊണ്ട് അപ്പൊ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും UDF-കാരും എല്ലാം ചാക്കിൽ കെട്ടിക്കൊണ്ടുപോയ കള്ളപ്പണം. ഞാൻ കള്ളപ്പണം എന്ന് പറയാൻ കാരണം എന്താണ്? ഇലക്ഷൻ കമ്മീഷൻ ആ കണക്ക് കൊടുത്തിട്ടില്ല. ആരുടെയെങ്കിലും ഒക്കെ പുറത്ത് കുതിര കയറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈയിടെ വളരെ കൂടുതൽ. നിങ്ങൾ വ്യക്തികൾ തമ്മിൽ, രണ്ട് കമ്പനികൾ തമ്മിൽ ഇടപാട് നടത്തിയതിനെ കുറിച്ച് രേഖ വെളിപ്പെടുത്താൻ പറയുന്നു. അതേസമയം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ, മുൻ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ആ ഉമ്മൻചാണ്ടിക്കുള്ള ബന്ധം ഇന്ന് ബഹുമാനപ്പെട്ട MP ഗോവിന്ദൻ മാഷ് വെളിപ്പെടുത്തിയല്ലോ. CMRL എന്ന് പറയുന്ന കമ്പനിയില് KSIDC എന്ന് പറയുന്ന കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനം ഓഹരി നിക്ഷേപം നടത്തിയത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്, ആന്റണിയുടെ കാലത്താണ്, UDF-ന്റെ കാലത്താണ്. ഈ പാഴ്നാടകത്തിന്റെ കാലം കുറിക്കുന്ന കൈ വിധിയുടേത് മാത്രമല്ല അതിനുശേഷമാണ് കരിമണൽ സ്വകാര്യ മേഖല ഖനനം നടത്താൻ അനുവാദം കൊടുക്കും തീരുമാനം ആന്റണി എടുത്തത്. അതിനെ പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർത്തത്. ഇതൊക്കെ ചരിത്രമാണ്. തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ, ഇനി തള്ളല്ലേ താങ്ങൂ. നിങ്ങൾ എന്തെങ്കിലും ചാർത്തിയും കൊണ്ട് തരുമ്പോൾ ചരിത്രപരതയിൽ സംസാരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ പറയട്ടെ, ഒത്തുതീർപ്പുണ്ടായി. എവിടാണ് ഒത്തുതീർപ്പുണ്ടായിരിക്കുന്നത്? ഒത്തുതീർപ്പുണ്ടായിരിക്കുന്നത് കള്ളപ്പണം ചുമന്ന് പുതുപ്പള്ളിക്ക് കൊണ്ടുപോയി ഉമ്മൻചാണ്ടിയോട് ചോദിക്കണം. അത് ചുമന്നു കൊണ്ടുപോയി ചെന്നിത്തല KPC ഓഫീസ് കൊടുത്തെങ്കിൽ അവര് പറയണം, ബാക്കി UDF നേതാക്കന്മാർ പറയണം. സഖാവ് പിണറായി വിജയൻ പറഞ്ഞു, ഞങ്ങൾക്ക് ആ ശീലമില്ല, ഞങ്ങളൊരു കള്ളപ്പണത്തിന്റെ പുറകെ പോകുന്നവരല്ല. അതുകൊണ്ട് BJP-ക്കാര് അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് UDF-ന്റെ കള്ളപ്പണം മാപ്പാക്കി കൊടുത്തു. അത് ഒത്തുതീർപ്പല്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട് കുതിരവട്ടമല്ലല്ലോ. ഇവിടെ നിങ്ങൾ എത്രത്തോളം മാധ്യമ പിന്തുണയോടെ ഞങ്ങൾക്കെതിരെ കെട്ടിപ്പൊക്കിയാലും ഞങ്ങൾ ഒരു തെറ്റായ കാര്യം ചെയ്തിട്ടില്ല. ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ചോദ്യത്തിന് ഞങ്ങൾക്കുള്ള രാഷ്ട്രീയമായ ഉത്തരം എന്താണ്? രാഷ്ട്രീയമായ ഉത്തരം, വീണ വിജയനെ അതിൽ പെടുത്തി ആക്രമിക്കാൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ്. ഈ CMRL എന്ന് പറയുന്ന കമ്പനിയിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടത്തിയ നിക്ഷേപം പിണറായി വിജയന്റെ ഇടപെടലാണോ? CMRL നിന്ന് പണം വാങ്ങിയത് സേവനത്തിനാണെന്ന് തെളിയിക്കുന്ന ഒരു രേഖയും എക്സാലോജിക്കിന് ഹാജരാക്കാനായില്ല. പിഴയും തടവ് ശിക്ഷയും ലഭിക്കാവുന്ന വകുപ്പുകൾ പ്രകാരം എക്സാലോജിക്കിനെതിരെ നടപടിയെടുക്കാം. എന്റെ നെഞ്ചിൽ പാണ്ടിയും പഞ്ചാരി ഒരുമിച്ച 2 വർഷത്തിനിടയിൽ ഒരിടപാടും നടത്തിയിട്ടില്ലാത്ത കമ്പനികൾക്ക് മാത്രമാണ് മരവിപ്പിക്കൽ അപേക്ഷ നൽകാൻ സാധിക്കുക. ഇത് മറച്ചു വെച്ചുകൊണ്ട് 2022 ഈ കമ്പനി അപേക്ഷ നൽകി. 2021 മെയ് മാസത്തിൽ എക്സാലോജിക്ക് ഇടപാട് നടത്തിയതിന് രേഖയുണ്ടെന്ന് ROC കണ്ടെത്തി. മനസ്സിലാക്കാൻ എന്റെ പാർട്ടിക്കാരെ പോലെ തന്നെ നിനക്കും കുറച്ച് ടൈം എടുക്കും. 42 ലക്ഷം രൂപ ആദായ നികുതിയായി അടയ്ക്കാനുണ്ടെന്നും അതിന്റെ പരിചയം അടയ്ക്കാൻ ബാക്കിയുണ്ടായിരുന്നു. ഇതെല്ലാം മറച്ചുവെച്ച് എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുള്ള തെറ്റായ സാക്ഷ്യപത്രം നൽകി. 2022 നവംബറിൽ കമ്പനി മരവിപ്പിച്ചതിന് ശേഷം സമർപ്പിക്കേണ്ട രേഖ ഹാജരാക്കിയില്ല. ഇത് മൂന്നും കണക്കിലെടുത്തുകൊണ്ട് രേഖകൾ കെട്ടിച്ചമച്ചതിനും വിവരങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചതിനും എക്സാലോജിക്കിനും വീണയ്ക്കുമെതിരെ തടവ് ശിക്ഷയും പിഴയും കിട്ടാവുന്ന വകുപ്പുകൾ ചുമത്തണമെന്നാണ്. ഇതുകൂടാതെ വീണ വിജയന്റെ കമ്പനിയുടെ രേഖകൾ സാക്ഷ്യപ്പെടുത്തിയ ചാർട്ടേഡ് അക്കൗണ്ടന്റിനെയും പ്രോസിക്യൂട്ട് ചെയ്യാമെന്നുള്ളതാണ് റിപ്പോർട്ടിലെ ശുപാർശ. ഇതേക്കുറിച്ച് താങ്കൾ ആദ്യം മറുപടി. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷിക്കുന്നത് കമ്പനി നിയമപ്രകാരമാണ്. ആ കമ്പനി നിയമത്തിൽ ഇപ്രകാരം ഏതെങ്കിലും തരത്തിൽ
ആ കമ്പനി മറ്റൊരു കമ്പനിയുമായി നടത്തിയ ഇടപാടിനെ കുറിച്ച് അന്വേഷിക്കാൻ രജിസ്ട്രാർക്ക് അധികാരമില്ല. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് റെഗുലേറ്റ് ചെയ്ത് തീരുമാനമെടുത്തൊരു കാര്യത്തെക്കുറിച്ച് വീണ്ടും ചോദിക്കാൻ ആർക്ക് അധികാരമില്ല? ഇവിടുത്തെ രജിസ്ട്രാർക്ക് അധികാരമില്ല, കമ്പനി രജിസ്ട്രാർക്ക് അധികാരമില്ല. പറയുന്നത് ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിൽ സെറ്റിൽമെന്റിന് പോയ CMR-ന്റെ കേസിൽ 2 കമ്പനികൾക്കിടയിൽ നടന്ന ഫ്രോഡ് സംബന്ധിച്ച് കമ്പനി നിയമങ്ങൾ ലംഘിച്ച സംബന്ധിച്ച് നടന്ന അന്വേഷണം ഇത് രണ്ടും രണ്ടാണ്. ഇതെങ്ങനെയാണ് കമ്പനികൾക്കിടയിലുള്ള അനധികൃത ഇടപാട് അന്വേഷിക്കാൻ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് അധികാരമില്ല എന്ന് താങ്കൾ പറയുന്നത്? കമ്പനി നിയമത്തിന്റെ വകുപ്പുകൾ നമ്മുടെ കയ്യിലുണ്ട്, പുസ്തകം നമ്മുടെ കയ്യിലുണ്ട്. ആ വകുപ്പിൽ എവിടെയാണ് ആ കമ്പനി മറ്റൊരു കമ്പനിയുമായി നടത്തിയിട്ടുള്ള ഇടപാട്? ഒരുപാട് കള്ളങ്ങൾ കൊണ്ട് പുതിയൊരു വിശദീകരണം ഇനി ഇവിടെ വീണ വിജയന്റെ കമ്പനിയും CMR-ലും തമ്മിലുള്ള ഏതെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിൽ ബിസിനസിന്റെ ഗുണദോഷങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ കമ്പനി രജിസ്ട്രാർക്ക് അധികാരം തരുന്ന ഒരു വകുപ്പ് ഞാൻ കണ്ടില്ല. ഞാൻ വിശ്വസിക്കണ അല്ലേ? നടക്കട്ടെ നിന്റെ ചുറ്റിക്കളി. ഒരു കമ്പനി രജിസ്ട്രാർ ഇപ്പോൾ റിപ്പോർട്ട് ഉണ്ടാക്കിയെന്ന് പറയുന്നു, നിങ്ങളത് പകുതി ഓരോ ദിവസം കൊടുത്തോണ്ടിരിക്കുകയാണ്, നാളെ എന്നാ കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഇപ്പൊ തന്നെ അവരെ മൂക്കി കയറ്റാണ്ടെങ്കിൽ മൂക്കിലും കയറ്റിക്കോ. നിങ്ങളതിനെ നാളെയാക്കുന്നു. നീ നന്നാവില്ല, അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? അപ്പൊ മൂക്കി കയറ്റാൻ ഒരു മാർഗവും ഇല്ല. അതുകൊണ്ട് എന്ത് വേണം? ഞങ്ങൾ 3 പേരെ അന്വേഷിക്കാൻ വിടുക. അപ്പൊ അതിനർത്ഥം എന്താണ്? കിട്ടിയ സാധനം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കഴിപ്പണം കെട്ടവന്മാരെ കൊണ്ട് ഒരു ഇരിക്കെ പുറതയില്ല. ആരാണോ 3 പേരെ അന്വേഷിക്കാൻ പോകുന്നത് അതിൽ ഒരാൾ കൂടി ഒരു കള്ള റിപ്പോർട്ട് ഉണ്ടാക്കി. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന് ഒരു അധികാരമില്ലെന്നാണ് ഇപ്പോൾ പറയുന്നു. രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് ഒരു അധികാരവുമില്ല എന്ന് പറയുന്നു. അപ്പൊ ഈ രാജ്യത്തുള്ള ഇത്തരം സ്ഥാപനങ്ങളുടെയൊക്കെ അധികാരം എന്തെന്നാണ് CPM-ന്റെ നിർവചനം എന്ന് മാത്രമേ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ CPM-ന്റെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ പാർട്ടിയുടെ സെക്രട്ടറിയെ ഇപ്പോൾ ഒരു മാന്യൻ വിളിച്ചത് പമ്പര വിഡ്ഢി എന്നാണ്. ആരെങ്കിലും പണം വെച്ചിട്ടുണ്ടെങ്കിൽ ചാക്കുമായിട്ട് ആളെ വിടുന്ന പരിപാടി ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ ഇല്ല. അവിടെ ഞങ്ങൾ അതിന് ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കളരി ഞങ്ങൾ ഇല്ലെന്നാ, കോൺഗ്രസിന്റെ പണി ഞങ്ങൾക്കില്ലെന്നാ. MLA-മാർ വന്ന ഉടനെ കാശ് കൊടുത്ത ഉടനെ കുലുകുലാന്നിങ്ങനെ BJP-യിലേക്ക് പോകുന്ന ആളുകൾ നിങ്ങളുടെ കൂടെയല്ലേ? ഞങ്ങളുടെ കൂടെ ആ ശീലം ഇല്ലല്ലോ. ആ ശീലം ഇല്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞാൽ പിണറായി വിജയൻ ഇല്ല. ഇങ്ങനൊരു അറാം മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. മറിച്ചൊന്ന് തെളിയിക്കാൻ 1000 തവണ വെല്ലുവിളിക്കുന്നു, നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുന്നു. അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ. പൊതുമേഖലാ സ്ഥാപനം, പൊതുമേഖലാ സ്ഥാപനത്തിന്റെ പണം എന്ന് പറഞ്ഞാൽ പൊതുജനത്തിന്റെ പണമാണ്. അതിനെ കണ്ടവർക്ക് കൈക്കൂലിയായി കൊടുത്തിട്ട് ആ കമ്പനിയിൽ ഇപ്പോഴും ഷെയർ തുടരുകയാണ്. അതേക്കുറിച്ച് ഒരു അന്വേഷണവും ഇല്ലെന്ന് പറഞ്ഞാൽ പൊതുജനത്തിന്റെ പണത്തിന്റെ അക്കൗണ്ടബിലിറ്റി ആർക്കാണെന്നാണ് CPM പറയുന്നത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കമ്പനിയുടെ നടപടിക്രമങ്ങൾ നിയമാനുസൃതം ഷെയർ ആർക്കൊക്കെ പോകുന്നു കാര്യം വന്നാൽ എന്ത് സംഭവിക്കണം? തെറ്റായ കാര്യങ്ങൾ കൈക്കൂലി കൊടുത്ത ഈ കള്ളപ്പണ ഇടപാട് നടത്തിയ ഈ കമ്പനിയിൽ പൊതുജനത്തിന്റെ പണം ഉപയോഗിച്ച് ഷെയർ നീ ഒന്നും പണയണ്ട. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.